കൃഷിനാശത്തിൽ തകർന്ന മലയോരത്തെ കർഷകർക്ക് ഉടൻ ധനസഹായം ലഭ്യമാക്കണമെന്ന ആവശ്യം. ഉരുൾപൊട്ടലും മലവെള്ളപ്പാച്ചിലും മൂലമുണ്ടായ വ്യാപക കൃഷിനാശം മലയോര മേഖലയിലെ കർഷകർക്ക് കനത്ത തിരിച്ചടിയായിരുന്നു. ഓഗസ്റ്റ് 1-നുണ്ടായ ദുരന്തത്തിൽ ഹെക്ടർ കണക്കിന് കൃഷിയിടങ്ങൾ ഒലിച്ചുപോയതിനു പുറമെ ലക്ഷക്കണക്കിന് രൂപയുടെ കൃഷിനാശവും സംഭവിച്ചു. ജോസ്ഗിരി, മരുതുംതട്ട്, രാജഗിരി, ചേനാട്ടുകൊല്ലി, കട്ടപ്പള്ളി, കോഴിച്ചാൽ, കുണിയൻകല്ല്, താബോർ തുടങ്ങിയ പ്രദേശങ്ങളിലാണ് മലവെള്ളപ്പാച്ചിലിൽ വ്യാപക കൃഷിനാശമുണ്ടായത്. കാപ്പി, ഏലം, കൊക്കോ, കമുക്, തെങ്ങ്, കപ്പ, ചേന, ചേമ്പ്, വാഴ, കുരുമുളക് തുടങ്ങിയ കൃഷികൾക്കാണ് പ്രധാനമായും നാശമുണ്ടായത്. പച്ചക്കറി കൃഷിയിടങ്ങളും വ്യാപകമായി നശിച്ചു. ഉരുൾപൊട്ടലിൽ കൃഷിഭൂമി തന്നെ ഒലിച്ചുപോയതിനൊപ്പം മലവെള്ളം കുത്തിയൊഴുകിയതും കൃഷികൾക്ക് കനത്ത നാശം വരുത്തി. കാപ്പിച്ചെടികളുടെ ഇലകൾ കരിഞ്ഞുണങ്ങുകയും കൊക്കോയുടെ കായകൾ നശിക്കുകയും ചെയ്തു. ഏലകൃഷിക്ക് വലിയ തോതിൽ നാശമുണ്ടായി. പല കർഷകർക്കും ഈ വർഷത്തെ കൃഷിയിൽ നിന്നുള്ള വരുമാനം തന്നെ നഷ്ടപ്പെടുന്ന സ്ഥിതിയാണ്. ഇപ്രാവശ്യം കൃഷിയിൽ നിന്ന് വരുമാനമൊന്നും ലഭിക്കില്ലെന്നും വലിയ നഷ്ടമാണ് ഉണ്ടായതെന്നും കർഷകനായ കുര്യാച്ചൻ തെരുവുംകുന്നിൽ പറഞ്ഞു. കനത്ത മഴ നമുക്കിവിടെ ശരിക്കും രാജഗിരി, ജോസ്ഗിരി പ്രദേശത്ത് 1 മാസത്തോളമായി തുടർച്ചയായി തന്നെ മഴ പെയ്യുന്നു. അപ്പോൾ മറ്റു സ്ഥലത്ത് മഴയില്ലെങ്കിൽ ഇവിടെ ഭയങ്കര ഹെവി റെയിനാണ്. അപ്പോൾ ആ 1-ാം തീയതി ഉരുൾപൊട്ടൽ ഉണ്ടായി അന്ന് ഈ കൃഷിയിടത്തിലൂടെ എല്ലാം ശക്തമായി തന്നെ കുത്തി ഒഴുകി വെള്ളം കയറി ഒഴുകിപ്പോയി. ഈ ഒഴുകിപ്പോയ സ്ഥലത്ത് കുത്തി ഒഴുകി മണ്ണടക്കം പറിഞ്ഞു പോയ ചെടികൾ നഷ്ടപ്പെട്ടു. അതുകൂടാതെ ഈ ഏലം പോലുള്ള ചെടികളുടെ ചുവട്ടിലൂടെ വെള്ളം ഒഴുകിയ കായകൾ മുഴുവൻ പൊഴിഞ്ഞുപോയി. എന്ന് പറഞ്ഞാൽ നമുക്ക് നല്ല ഒരു കായ കിട്ടുന്നതായിരുന്നു. അത് ഒഴുകാത്ത സ്ഥലത്ത് കായ നിൽക്കുന്നുമുണ്ട്. അത് നിങ്ങൾ കണ്ടില്ലേ അവിടെ. അപ്പോൾ ഇതിങ്ങനെ മുഴുവനും നശിച്ചു പോകുന്ന ഒരു സാഹചര്യം ഇപ്പോൾ കാണുന്നത്. ഇത് ഈ കൊക്കോയാണെങ്കിലും ഇലകൾ ഇങ്ങനെ പൊഴിഞ്ഞ് മഞ്ഞ നിറം ബാധിച്ച് ഇങ്ങനെ കരിഞ്ഞ് പൊഴിയുന്നത്. അത് എന്ത് പ്രതിഭാസമാണ്, കുമിളിന്റെ ഫംഗസിന്റെ ഉദ്രവണം എന്താണെന്ന് ഇപ്പോൾ കണ്ടുപിടിക്കാനായിട്ട് കഴിഞ്ഞിട്ടില്ല. ഇതിപ്പം വലിയൊരു നഷ്ടമാണ്, കർഷകർക്ക് വലിയ നഷ്ടമായി. ഈ മണ്ണ് കുത്തി ഒഴുകി പോയ സ്ഥലത്ത് ഈ വർഷം വരുമാനമൊന്നും കിട്ടാൻ സാധ്യത വളരെ കുറവാണ്. എന്തെങ്കിലും കിട്ടുക എന്ന് പറഞ്ഞാൽ ഇങ്ങനെ കാല പറിക്കുന്ന പോലെ പറിക്കേണ്ടി വരും. ശരത്തേലൊന്നും ഏലക്കായില്ല, മുഴുവൻ പൊഴിഞ്ഞു പോയി. ഈ ഒരു ഒറ്റ ആഴ്ച കൊണ്ടാണ് ഇത് സംഭവിച്ചത്. വെള്ളം ഒഴുകി കഴിഞ്ഞ് അതുവരെയൊക്കെ നിൽക്കുന്നുണ്ടായിരുന്നു, പക്ഷെ അതിനുശേഷം ഇത് മുഴുവൻ പൊഴിഞ്ഞ് നശിച്ചു. കനത്ത മഴയുടെ പ്രത്യാഘാതം മഴ അവസാനിച്ചതിന് ശേഷവും കർഷകരെ പിന്തുടരുകയാണ്. കുരുമുളകിന്റെയും പച്ചക്കറികളുടെയും ഇലകൾ മഞ്ഞ നിറമാവുകയും പിന്നീട് കൊഴിഞ്ഞു വീഴുകയും ചെയ്യുന്നു. ക്രമേണ ചെടികൾ നശിക്കുന്നതോടെ നഷ്ടം ഇനിയും വർദ്ധിക്കുമെന്നാണ് കർഷകർ പറയുന്നത്. ദുരന്തത്തിൽ നേരിട്ട് കൃഷിനാശം സംഭവിച്ചവർക്കൊപ്പം കനത്ത മഴയെ തുടർന്ന് കൃഷി നശിച്ചവർക്കും സർക്കാർ പ്രത്യേക ധനസഹായം അനുവദിക്കണമെന്നാണ് കർഷകരുടെ ആവശ്യം. ന്യൂസ് ബ്യൂറോ, ചെറുപുഴ.